ചാവ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടൊരു സിനിമയും കൂടിയാണ് കേട്ടോ. അത് വിക്കി കൗശലിൻ്റെ അഭിനയവും അതിനെക്കുറിച്ച് നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, നല്ല അഭിനയമാണെന്ന്. അപ്പോൾ എന്തായാലും സിനിമ കാണണമെന്ന് വിചാരിച്ചു. സിനിമ കാണുന്നേക്കാൾ മുമ്പ് ഈ ഒരു മറാഠി ഹിസ്റ്ററി ഞാൻ കുറച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ പഠിച്ചത് അങ്ങനെ തന്നെയാണോ സിനിമയിൽ കാണിച്ചേക്കുന്നത്, അതും കൂടി ഒന്ന് സ്ഥിരീകരിക്കാമെന്ന് വിചാരിച്ചു. അത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ അവർ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി നടന്ന സംഭവങ്ങൾ തന്നെയാണ്, ലൊക്കേഷൻസും എല്ലാം കറക്റ്റായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ വിക്കി കൗശലിൻ്റെ അഭിനയം എന്ന് പറയാനില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പോയിന്റ്, പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാർ ആലോചിക്കേണ്ട ഒരു പോയിന്റ്, യൂത്ത്. ഈ പറഞ്ഞ സംഭാജി തന്നെയാണ് ചാവ എന്ന് വിളിക്കുന്നത്. ചാവ എന്ന് പറയുന്നത് പുലിക്കുട്ടിയാണ് ചാവ മറാഠിയിൽ. അങ്ങനെ സോ ആളുടെ ഒരു ജീവിതം, ആള് 23 വയസ്സുള്ളപ്പോഴാണ് ആളുടെ അച്ഛൻ മരിക്കുന്നത്, ശിവാജി. ആള് ഒരു രാജാവ് എന്നുള്ള നിലയിൽ വലിയൊരു വ്യക്തിയാണ്. പക്ഷേ ആളുടെ ശത്രുവിൻ്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ ആള് അപ്പോഴും ചെറുതാണ്. കാരണം ഒരു ഭാഗത്ത് മുഗൾസാണ്, അപ്പുറത്ത് ആദിൽ ഷാ, നിസാം ഷാ ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ആളുടെ ഒരു സ്വരാജ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ആള് ഫൈറ്റ് ചെയ്തിട്ട് ആൾ 53 വയസ്സാകുമ്പോഴേക്കും ആള് മരിക്കുന്നു, 1650. ആ സമയത്താണ് സംഭാജി ഈ ഒരു ഭാരം ആള് ഏറ്റെടുക്കുന്നത്, 23 വയസ്സ് പ്രായമുള്ള സമയത്ത്. ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വെച്ചാൽ ഇന്ന് നമ്മൾ ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻറ്റ് ഇതുപോലത്തെ ഒക്കെ ഓരോ പരിപാടികളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൽ യുത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും അത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ ഏതോ ഒരു പൂർവ്വകാലത്തെ കാര്യമല്ല പറയുന്നത്. ഈ ഒരു 400-300 കൊല്ലം മുന്നത്തെ ഒരു സംഭവമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമയത്ത് ഉത്തരവാദിത്വ ബോധം, ഒരു വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്വ ബോധം നോക്കുക. 23-24 വയസ്സിൽ ഈ ഇത്ര വലിയൊരു ഭാരം ആള് തലയിൽ ഏറ്റെടുക്കാൻ റെഡിയാവുന്നു. ഒരു 8-9 വർഷം കഷ്ടിച്ച ആൾ ജീവിക്കുന്നു, ശത്രു ആളെ പിടിക്കുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനോട് ചെയ്യാത്ത ആ ഒരു ടോർച്ചറാണ് ആള് സഹിച്ചത്. ഇതൊക്കെ സഹിച്ചിട്ടും ആള് കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ, ആളുടെ ധർമ്മം, ആളുടെ നിലപാട്, ആളുടെ രാഷ്ട്രം, അതിനോട് ഒരു രീതിയിലും ആൾ കോംപ്രമൈസ് ചെയ്യാൻ അവസാന നിമിഷം വരെ ആൾ തയ്യാറായിരുന്നില്ല. ഇതിൽ നിന്ന് നമ്മുടെ യൂത്തിന് പഠിക്കാൻ വലിയൊരു കാര്യമുണ്ട് ഇതിൽ. അതായത് കരുത്ത് എന്ന് പറഞ്ഞ കാര്യം കുറച്ച് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് യൂത്തിൽ. ഇന്നത്തെ യൂത്ത് അപ്ഡേറ്റഡ് ആണ്, ഡിജിറ്റൽ മീഡിയയുള്ള കാരണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. പക്ഷേ ഈ അപ്ഡേഷൻ കരുത്തിലേക്ക് ട്രാൻസ്ഫോം ആയിട്ട് വരണം, അപ്പോഴേ അത് ഭംഗിയാവുള്ളൂ. സോ ഇതുപോലത്തെ മൂവീസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കരുത്തിനെ നമുക്ക് എങ്ങനെ പുനർജീവിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സിനിമകൾ വരുമ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഒന്ന് ആലോചിക്കാൻ. അല്ലാതെ സിനിമ കണ്ട് രസിക്കാൻ പറ്റും, വളരെ നല്ല സിനിമയാണ്, അവസാനം നിമിഷം വരെ നിങ്ങൾ കണ്ടെടുക്കില്ല. പക്ഷെ അതോടുകൂടി അത് തീരാൻ പാടില്ല. നമ്മൾ തിരികെ വീട്ടിൽ എത്തിയിട്ട് നമ്മൾ ഇന്നിരുന്ന് ആലോചിക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, സ്വയമോട്, നമ്മുടെ സംസ്ഥാനത്തിനോട്, നമ്മുടെ രാഷ്ട്രത്തോട്, നമ്മുടെ ഈ ലോകത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇങ്ങനെ ഇതുപോലത്തെ വ്യക്തികൾ അവരവരുടെ സ്വയം ജീവനത്തിനെ കുറിച്ച് ആലോചിക്കാതെ അവർ ഇങ്ങനൊരു സമർപ്പണ ഭാവത്തോടു കൂടി അവർ ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നിരുന്നിട്ട് ഈ ഒരു ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ സുഖമായിട്ട് ജീവിച്ചു പോകുന്നത് തന്നെ. ഈ ഒരു ജീവിതം ഫ്രീ അല്ല, നമുക്കിന്ന് നൽകിയ ജീവിതം ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. എത്രയോ ത്യാഗങ്ങൾ ചെയ്തത് കൊണ്ടാണ്, ഈ പറഞ്ഞ വ്യക്തികൾ എത്രയോ ത്യാഗങ്ങൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം നൽകിയത്. ഇത് ശാശ്വതമല്ല. നമ്മൾ നമ്മുടെ ഭാഗം, നമ്മുടെ റോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് നിർവഹിച്ചില്ലെങ്കിൽ അടുത്ത ജനറേഷനിന് ഇങ്ങനത്തെ ഒരു പീസ്ഫുൾ ജീവിതം ഉണ്ടായിന്ന് വരില്ല. ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് എന്നുണ്ട്. ആ ഉത്തരവാദിത്വ ബോധം എന്നും നിലനിൽക്കണം എന്നൊരു ആഗ്രഹവും അഭ്യർത്ഥനവും ആണ് എൻ്റെ ഭാഗത്ത്.